ഓക്കെ, അപ്പം നമ്മൾ ഇത് വെക്കേറ്റ് ചെയ്യാണ്. നമ്മളിവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾക്കിനി ഇതിൻ്റെ ലോക്കറിൻ്റെ കീ ഉണ്ട്, അത് നമുക്ക് നമ്മുടെ ദിലീപ് എന്ന് പറഞ്ഞ സാറുണ്ട്, പുള്ളിക്കാരനെ ഏൽപ്പിക്കാം. നമ്മൾ 2 ക്യാബിനുണ്ട്. അപ്പോൾ ലേഡീസിന് കൊടുക്കുന്നതാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ബാച്ചിലേഴ്സ്, ഇത് കംപ്ലീറ്റ് ബാച്ച്. മൊത്തം 3 ബസ്സാണല്ലോ അല്ലേ? അപ്പോൾ നിലവിൽ 3 ബസ്, ഇനിയിപ്പോൾ 2 ബസ്സും. ഓക്കെ, മുൻകൂട്ടി ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകൾക്ക് ബുക്ക് ചെയ്യാം നേരിട്ട്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ KSRTC ഒരുക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സമയം ഇപ്പോൾ രാത്രി 12:30 മണിയായിരിക്കുകയാണ്. നമ്മൾ ബത്തേരിയിലെ KSRTC ഡിപ്പോയിൽ സ്ലീപ്പർ ബസ്സിലാണ്. 160 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള താമസം KSRTC ഇവിടെ ഒരുക്കുന്നുണ്ട് കേട്ടോ. 3 ദിവസമായിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ വയനാട് സുൽത്താൻ ബത്തേരിയിലെ KSRTC ഡിപ്പോയിലാണ് ഇപ്പോൾ ഉള്ളത്. KSRTC ഡിപ്പോയിലെ ഡോർമെട്രി സ്ലീപ്പർ ബസ്സിനകത്തുള്ള ഡോർമെട്രി സ്റ്റേ ഒരാൾക്ക് 160 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വയനാട്ടിൽ ഇനി നിങ്ങൾ വരുമ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല സൗകര്യത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും. 12 മണിക്കൂറാണ് ചെക്കൗട്ട് ടൈം വരുന്നത്. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ ഒരു ഡോർമെട്രി ബുക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ വെക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഡോർമെട്രി ഇവർ മാറ്റിവെക്കും. അപ്പോൾ ഒരാൾക്ക് 160 രൂപയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ് നമ്മൾ കിടക്കാൻ. ഇതുപോലത്തെ 3 ബസ്സുകൾ അടുപ്പിച്ചിട്ട് തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബസ്സിനകത്ത് ഓരോ ബർത്തുകളാണ്, ലോക്കർ സൗകര്യം ഉണ്ട്, പിന്നെ പില്ലോസ്, ബെഡ്ഷീറ്റ്, ചാർജർ പോയിന്റ് ഉണ്ട്, AC ഉണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് ബാത്റൂം, ടോയ്ലറ്റും ബാത്റൂം ഫെസിലിറ്റി ഒക്കെ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള താമസം അന്വേഷിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുൽത്താൻ ബത്തേരിയിലെ KSRTC ഡിപ്പോയിലുള്ള ഇതൊരു സ്റ്റേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗൂഗിളിൽ അടിച്ചിട്ടാണ് നമുക്ക് ഇവരെ കോൺടാക്ട് നമ്പർ കിട്ടിയത്. ദിലീപ് എന്ന് പറഞ്ഞ ഒരു സാറിനെ നമ്മൾ വിളിച്ചു. അദ്ദേഹം നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 10-15 പേരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. രാവിലെ എണീറ്റ് നമുക്ക് ഫ്രഷപ്പ് ആയിട്ട് വയനാട്ടിലെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമുക്ക് സന്ദർശിക്കാനും സാധിക്കും. അപ്പോൾ നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചൂസ് ചെയ്യുക. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു സ്റ്റേ നല്ലതായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നീറ്റായിട്ട് ബാത്റൂമൊക്കെ നമ്മൾ രാവിലെ കാണിച്ചു തരാം. നമ്മൾ പോയി നോക്കിയായിരുന്നു, നല്ല നീറ്റായിട്ടാണ് കേട്ടോ. ബാത്റൂം സൗകര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ വലിയൊരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പൊതുവെ ഈ വയനാട് ഏരിയയിൽ KSRTC ഡിപ്പോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ഈ കൊച്ചിയിൽ ട്രിവാൻഡ്രത്തൊക്കെ പോയിട്ടുള്ള ഒരു പ്രതീതി അല്ല ഇവിടെ. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റേ ഇന്നിവിടെ കിട്ടി. ഞങ്ങൾ റൂം കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടി സുൽത്താൻ ബത്തേരിയിൽ വന്നപ്പോൾ. അപ്പോൾ ഇതുപോലെ വയനാട്ടിലേക്കൊക്കെ വരുന്ന ആളുകൾ രാത്രിയിൽ റൂം കിട്ടാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമുകളൊക്കെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ സമയം രാത്രി 12:45 അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായി. നാളെ നമുക്ക് പുതിയൊരു വീഡിയോസിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രൊമോഷൻ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വയനാട് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. ഞങ്ങളിനി എന്തായാലും ഉറങ്ങാൻ പോവുകയാണ്. നമുക്കിനി മോർണിംഗിൽ ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ പുറത്ത് ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്, രാവിലെ എണീറ്റ് നമുക്ക് പുറത്തുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ നമ്മൾ കാണിച്ചു തരാം. ഹായ്, ഇപ്പം നമ്മളിന്നലെ ഈ ഒരു KSRTC സ്ലീപ്പർ ഇതിനകത്താണ് നമ്മളിന്നലെ കിടന്നുറങ്ങിയത്. നല്ല സുഖസുന്ദരമായി നമ്മൾ ഉറങ്ങി. 160 രൂപയ്ക്ക് വയനാട് സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയിലെ ഡോർമെട്രി KSRTC ഒരുക്കുന്ന ഡോർമെട്രി സ്റ്റേ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഇതിന് ഏകദേശം ഇതിനകത്ത് ഒരു 2, 4, 6, 8, 10, 12 ഇതിലൊരു 18ഓളം ബർത്തുകളുണ്ട്.
പിന്നെ നമുക്ക് പില്ലോസ്, നല്ല പില്ലോസും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ഉണ്ട്. ദെൻ AC നമ്മൾ ഇന്നലെ ഓൺ ആക്കിയിട്ടില്ല, കാരണം അറിയാലോ വയനാട്ടിലെ ക്ലൈമറ്റ് നല്ല തണുപ്പായിരുന്നു. ഇപ്പോഴും ആ തണുപ്പ് ശരിക്കും അങ്ങ് വിട്ടിട്ടില്ല. അപ്പോൾ നല്ല ചെറുതായിട്ട് നല്ല മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ AC ഒന്നും ഓൺ ആക്കിയില്ല. ദെൻ ചാർജർ, പ്ലഗ് പോയിന്റ് ഉണ്ട്. പിന്നെ കുടിക്കാനായിട്ട് നല്ല മിനറൽ വാട്ടറും ഉണ്ട് അല്ലേ? മിനറൽ വാട്ടർ. ഞങ്ങൾ ഇത് അവിടെയാണ് കടന്നത്. ഇതിനോട് 2 ആളുണ്ടായിരുന്നു. ഇത് അവിടെ കടന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ. ദെൻ ലോക്കറാണിത്. നമ്മളെ ഇതേപോലത്തെ ഒരു ലോക്കർ ഉണ്ട്. നമ്മളെ സാധനങ്ങളും ബാഗും കാര്യങ്ങളും മൊബൈല് പേഴ്സൊക്കെ വെക്കാനായിട്ട്, സേഫ് ആയിട്ട് വെക്കാനായിട്ടുള്ള ഒരു ലോക്കറാണ്. ഈ ലോക്കറിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ ഞങ്ങൾ ഇവിടെയാണ് കിടന്നത്. ഒരു കൊതുകിന്റെ ശല്യം ഒന്നും ഉണ്ടായിരുന്നില്ല, മറ്റുള്ളവരുടെ ഒരു ഡിസ്റ്റർബൻസോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായില്ല. ശരിക്കും ഞങ്ങൾ നല്ല സുഖമായിട്ട് തന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇനി നിങ്ങൾക്ക് വയനാട്ടിൽ വരുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന നമ്മുടെ സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയിലാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് മുൻകൂട്ടി വിളിച്ച് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്യണ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും വയനാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ KSRTC സുൽത്താൻ ബത്തേരിയിൽ ഇവരൊരു ജംഗിൾ സഫാരി, നൈറ്റ് സഫാരി ആരംഭിക്കുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ. അതിൻ്റെ ഫുള്ളൊരു കൺഫർമേഷൻ കിട്ടി, അപ്രൂവൽ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു KSRTCൻ്റെ നല്ലൊരു ഇൻഫോർമേഷനാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. നല്ല പോലെ നമ്മളൊരു ഇപ്പോൾ പുറത്തൊക്കെ നമ്മളൊരു AC റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം 1000-1500 രൂപ കൊടുക്കണം. ഇത് 160 രൂപയ്ക്ക് വയനാട്ടിൽ ഇങ്ങനൊരു സ്റ്റേ KSRTC ഒരുക്കിയതിൽ ശരിക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാണിത്. ഹായ് ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കം? അടിപൊളി. നല്ലപോലെ ഉറങ്ങിയോ? നല്ലൊരു ക്ലൈമറ്റും ചെറിയൊരു AC ഓൺ ആക്കിയിരുന്നോ? ഓൺ ആക്കിയിരുന്നു അല്ലേ? ചെറിയൊരു തണുപ്പില് ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ട് നല്ല ഉഷാറായിരുന്നു. എല്ലാവർക്കും കിട്ടിയില്ലേ? ഹാപ്പി ആയി അല്ലേ? രാവിലത്തെ വൈബൊക്കെ ഒന്ന് കണ്ടു വരട്ടെ. ഓക്കെ. ഇത് ഫസ്റ്റിൽ കാണുന്ന ഈ ഒരു ബസ് ഇത് ഫാമിലിയാണ്. 2 ഫാമിലിക്കാണ് ഇത് അലൗഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഫാമിലി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറി കാണിച്ചു തരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
അപ്പം ഇതിനകത്തും അതേപോലത്തെ ഒരു ഡൈനിങ് ഏരിയ, വാഷ് ബേസ്, പിന്നെ 2 ഫാമിലി, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, 2 കപ്പിൾസിന് താമസിക്കാൻ പറ്റുന്ന 2 സ്ലീപ്പർ സീറ്റിംഗ് ആണ് അതിനകത്ത് വരുന്നത്. നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റിലെ ആ ബസ്സിലാണ്. ദെൻ സെക്കൻഡ് ഒരു ബസ്സുണ്ട്, തേർഡ്, ടോട്ടൽ 3 ബസ്സുകളാണ് ഇപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഫുൾ ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾ മുൻകൂട്ടി വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റും കാര്യങ്ങളൊക്കെ റിസർവേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഡ്രൈവർ ഫ്രണ്ട് സീറ്റ് ഉണ്ടാവില്ല ഡ്രൈവർമാരുടെ, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡൈനിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ കണ്ടല്ലോ, ഇത് ഡൈനിങ് ഏരിയയാണ്. അത്യാവശ്യം ഒരു 4 പേർക്ക് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. ദെൻ വാഷ് ബേസ് ഉണ്ട് അവിടെ തന്നെ, കണ്ണാടി സംഭവങ്ങളൊക്കെ ഉണ്ട്. കർട്ടനൊക്കെ ഇട്ടിട്ട് നല്ല സേഫായിട്ട് അടിപൊളിയാക്കി തന്നെ ഒരു ഹോട്ടൽ അറേഞ്ച്മെന്റ്സ് തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് വേറൊരു കച്ചറ പ്രശ്നം, ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല. നല്ലപോലെ തന്നെ നീറ്റായിട്ട് തന്നെ അവരത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതിനകത്തുള്ള ഒരു സൗകര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊരു ഹോട്ടൽ റൂമൊക്കെ എടുത്തിട്ട് സ്റ്റേ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അവരെ റിവ്യൂ ഒക്കെ ചോദിക്കും. ചേട്ടാ എവിടുന്നാ വരുന്നത്? പാലക്കാട്ടുകാരാണല്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ KSRTCന്റെ ഈ ഡോർമെറ്ററി സ്റ്റേ എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, നല്ലൊരു അനുഭവം. ഓക്കെ. നിങ്ങൾ വയനാട്ടിലേക്ക് ടൂർ വന്നാണോ? എവിടെ പോകാനാണ് പ്ലാൻ? കർണാടക, ബന്ദിപ്പൂര്, മൈസൂര്. ഓക്കെ ഓക്കെ. ശരിക്കും കുഴപ്പമില്ല, 160 രൂപക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല. നിങ്ങള് AC ഓൺ ആക്കിയോ? സ്റ്റാർട്ടിങ് ഓണാണ്, ഞങ്ങൾക്ക് വേണ്ടെന്ന് തണുപ്പിൽ ക്ലൈമറ്റ് ഒക്കെ. സാധാരണ ഇപ്പൊ നമ്മള് വയനാട്ടിലൊക്കെ വരുമ്പോൾ ഒരു AC റൂം എടുക്കുകയാണെങ്കിൽ 1500 2000 ഒക്കെ വരും 3-4 പേർക്ക്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരാൾക്കുള്ള റെന്റിന് 4-5 പേർക്ക് ബാച്ചിലറൊക്കെ വരുന്നുണ്ട്. നല്ല വെള്ളമൊക്കെ എങ്ങനെ? നല്ലൊരു പുതിയൊരു അനുഭവമാണല്ലേ? ഗവൺമെന്റിന്റെ KSRTC പൊതുവെ പൊളിവിലാണല്ലോ, അതുകൊണ്ട് വളരെയധികം ഗുണകരമായി ശരിക്കും യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് അടിപൊളി. ഓക്കെ, താങ്ക് യു ചേട്ടാ. നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ഫ്രഷപ്പ് ആയി. ബാത്റൂം സൗകര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. വെള്ളവും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല, നല്ല വെള്ളമായിരുന്നു കുളിക്കാനൊക്കെ. അപ്പം നമ്മളിപ്പം ഏകദേശം ഒരു 8 മണിയായി. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഒരു 12 മണിക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ 12 മണിക്കാണ് ഈ ഒരു ഡോർമെറ്ററി ബുക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം 12 മണിക്കാണ് ചെക്കൗട്ട് ടൈം വരുന്നത്. അതിപ്പോൾ നമ്മൾ രാത്രി ഒരു 12 മണിക്കോ അല്ലെങ്കിൽ മോർണിംഗിൽ 1 മണിക്കോ എടുത്തു കഴിഞ്ഞാലും പിറ്റേ ദിവസം 12 PM ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞങ്ങളിപ്പോൾ 8 മണിക്ക് ഇറങ്ങുകയാണ്. കാരണം നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ കംപ്ലീറ്റ് ഒരു സ്റ്റേക്ക് വേണ്ടി വരുന്നവരായിരിക്കില്ല. കാരണം നമ്മൾ രാത്രി ഒന്ന് കിടന്നുറങ്ങണം, മോർണിംഗിൽ എണീറ്റ് ഒന്ന് ഫ്രഷപ്പ് ആകണം. അപ്പം അങ്ങനെയുള്ള സൗകര്യം വെച്ച് നോക്കുമ്പോൾ ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ വയനാട്ടിലൊക്കെ താമസത്തിന് ഒരുപാട് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് വയനാട്ടിൽ ബുദ്ധിമുട്ടുന്ന ടൂറിസ്റ്റ് സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ് KSRTC ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ എല്ലാം ബാഗൊക്കെ പാക്ക് ചെയ്തു, നമ്മളിനി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളെ ലോക്കറിന്റെ ചാവി ഉണ്ട്, അത് നമ്മളിവിടെ ദിലീപ് എന്ന് പറഞ്ഞ സാറിനെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗൂഗിളിൽ നിന്നാണ് നമ്പർ കിട്ടിയത്. അപ്പോൾ അത് അദ്ദേഹത്തിന് നമ്മൾ ചാവിയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഡോർമെറ്ററി വെക്കേറ്റ് ചെയ്ത് തിരിച്ച് മടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു KSRTC ഡോർമെറ്ററി വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വയനാട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് ഡോർമെറ്ററി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ കോൺടാക്ട് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.